ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസ്രാന യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യഹോവ ജഡം ധരിച്ചവനാണ് യേശു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യാഹവേ ഇൻ ഫ്ലഷ് ആണ് യേശു എന്ന് പറഞ്ഞാൽ, യഹോവയും യേശുവും ഒന്നാണെന്ന് പറഞ്ഞാൽ, യഹോവയും യേശുവും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസമില്ല. പലരുടെയും വിശ്വാസം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, പക്ഷേ ദൈവമല്ല, ദൈവം വേറെയാണ്, ദൈവം യഹോവയാണ് എന്നൊക്കെയാണ് പലരുടെയും വിശ്വാസം. വളരെ ഖേദകരമായ ഒരു കാര്യമാണിത് കേൾക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്ക്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, എങ്ങനെയാണ് യേശുവും യഹോവയും ഒന്നാകുന്നത്, എങ്ങനെയാണ് യേശുവും യഹോവയും അല്ലാതാകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ചെറിയ വീഡിയോ. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഹസ്ബൻഡ് എന്ന് സൈഡിൽ എഴുതുകയാണ്. ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, ഞങ്ങളുടെ മക്കളുടെ അപ്പനും കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ ഫാദർ എന്ന് എഴുതുകയാണ്. ഹീ ഈസ് ദി ഫാദർ, ഹീ ഈസ് ദ ഹസ്ബൻഡ്. ഇദ്ദേഹം ഫാദറും ഹസ്ബൻഡും മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മകനാണ്. ഹീ ഈസ് ദ സൺ. ഞാനിവിടെ സൺ എന്നും കൂടെ എഴുതുകയാണ്. ഇദ്ദേഹം ഒരേ സമയം ഹസ്ബൻഡാണ്, ഫാദറാണ്, സണ്ണാണ്. എൻ്റെ ഹസ്ബൻഡിനെ മുറിച്ചാൽ എങ്ങനെ ശരിയാവും? ഇതുപോലെ തന്നെയാണ് ഹിസ് നെയിം ഈസ് ജീസസ്. ഹീ ഈസ് ദ ഫാദർ, ഹീ ഈസ് ദ സൺ ആൻഡ് ഹീ ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇദ്ദേഹത്തിന് ഹസ്ബൻഡ് മാത്രമായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇദ്ദേഹത്തിന് സൺ അല്ലെങ്കിൽ പുത്രൻ മാത്രമായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇദ്ദേഹത്തിന് പിതാവ് മാത്രമായിട്ടും ഒരു എക്സിസ്റ്റൻസ് ഇല്ല. പുത്രനും പിതാവും ഹസ്ബൻഡുമായിട്ട് മുറിച്ചാൽ എങ്ങനെ ശരിയാവും? മൂന്നായിട്ട് കണ്ടാലും എങ്ങനെ ശരിയാവും? പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മുറിച്ച് മൂന്നായിട്ട് കാണരുത്. യേശു തന്നെയാണ് യഹോവ, യഹോവ തന്നെയാണ് യേശു. ഓ ഇസ്രയേൽ, നിനക്ക് ഒരേ ഒരു ദൈവം, ഹിസ് നെയിം ഈസ് ജീസസ്. ഓ ഇസ്രയേൽ, നിനക്ക് ഒരേ ഒരു ദൈവം, ഹിസ് നെയിം ഈസ് യാഹവേ. യഹോവയും യേശുവും ഒന്ന് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകാതെ മരിക്കരുത്. കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്.